ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാസം മുന്നേ ഉള്ളൊരു വീഡിയോ ആയിട്ട്, അതായത് മാർച്ചിൽ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞല്ലോ, എൻ്റെ ഈ എഡിറ്റ് ചെയ്യുന്നതിനകത്തുള്ള ആപ്പിലുള്ള ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അതിലെ ഡ്രാഫ്റ്റിൽ നോക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ ഇട്ട് വെച്ചത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കൊക്കെ എനിക്ക് എന്താ പറയുക, എന്നോട് ഇങ്ങനെ ഇരുന്ന് എനിക്ക് മടുപ്പൊന്നും ഞാൻ എഡിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് മടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ കുറേ ഒരു വീഡിയോസ് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഞാൻ ഇടേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിലൊരു കാവിലെ ഉത്സവത്തിന് പോകുമ്പോഴുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ചായയൊക്കെ കുടിച്ചു. അയ്യോ കഴിഞ്ഞ സമയത്ത് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് നമുക്ക് താലപ്പൊലി എടുക്കണമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് താലപ്പൊലി എടുക്കുന്നത്. മോള് ജനിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് അമ്പലത്തിൽ ഉത്സവം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സ്മോൾ ബേബി ആയിരുന്നല്ലോ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോകത്തില്ലല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് താലപ്പൊലി. അപ്പോൾ ഈ ഒരു സമയത്ത് ഡ്രസ്സ് എന്ന് വെച്ചാൽ ഇഷ്ടമല്ലാതൊരു കാര്യമാണ്. അപ്പോൾ ഞാനിത് കഷ്ടപ്പെട്ടിട്ട് ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു തരത്തിലും അവൾ ഡ്രസ്സ് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. നിങ്ങൾ കാണുന്നില്ലേ വീഡിയോയിൽ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടൊക്കെ വേണം കേട്ടോ ഡ്രസ്സൊക്കെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അവൾക്ക് തലപ്പയ്ക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഇടിക്കുക എൻ്റെ മോന് അതൊരു ഭയങ്കര സംഭവം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മഴക്കാലമായതുകൊണ്ട് അവൾ ഡ്രസ്സ് ഇടാൻ സമ്മതിക്കട്ടെ. കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡ്രസ്സൊക്കെ എങ്ങനെയൊക്കെയോ ഒന്ന് ഇടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ നമ്മളെ പോക്കരിൻ്റെ ചെറിയൊരു ഭാഗങ്ങളൊക്കെ. ഇട്ട് കഴിഞ്ഞിട്ട് മൂപ്പര് വെറുതെ അങ്ങ് കരിയുക കേട്ടോ. എന്തിനാന്നൊന്നുമില്ല, വെറുതെ അങ്ങ് കരിയുക. അതാണ് കേട്ടോ മൂപ്പര പരിപാടി. അപ്പോൾ അടുത്ത നമ്മളെ ടാസ്ക് എന്ന് പറയുന്നത് മുടി കെട്ടലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ ഒന്ന് മുടിയൊന്ന് ചീന്തി കൊടുക്കാനൊക്കെ നോക്കി, സമ്മതിക്കുന്നില്ല കേട്ടോ. അത് ഭയങ്കര മുടി തൊടുന്നത് ഇഷ്ടമല്ല, അതിന് ഭയങ്കര ഇതാണ് കേട്ടോ. ഞാൻ എങ്ങനെ കെട്ടാൻ നോക്കിയിട്ടും എന്നെ മൂപ്പർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, TV വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഇരുന്നിട്ട് ഞാൻ മുടി കെട്ടുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നെ എന്ത് കിട്ടും അവിടെ സമ്മതിച്ചിട്ടില്ല. സാധാരണ ഞാനിങ്ങനെ പിടിച്ചു വെച്ചിട്ടൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക. എല്ലാവരും കണ്ടുകൊണ്ടായിരിക്കാം എന്നെ അവൾ തീരെ മുടി കെട്ടാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. ഞാനിത് ലാസ്റ്റ് TV പരസ്യം വെച്ച് കൊടുത്തിട്ട്, പരസ്യം വലിയ ഇഷ്ടമാണ്. ഞാൻ മുടി കെട്ടി നോക്കി, മുടിയൊക്കെ കെട്ടിയിട്ട് എന്ത് മൊഞ്ചുണ്ട് മൂപ്പരെ കാണാൻ. ഇപ്പം മുടിയൊന്നുമില്ല കേട്ടോ, ഫുള്ള് മുട്ടയടിച്ചു, ഫുള്ള് മുടിയൊന്നും. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നു. പിന്നെ മൂപ്പര് തല തോർത്താനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് കേട്ടോ. ഇത് അങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ കുറച്ച് ക്ലിപ്സൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം ഇതല്ല. നമ്മൾ ഇത്രയും ഒരുങ്ങി സുന്ദരിയായി ഇത്രയും നമ്മൾ നിന്നിട്ടുമുണ്ടല്ലോ, നമുക്ക് ഈ ഒരു പണി നമുക്ക് ഈ കിട്ടിയത് നിങ്ങൾ കണ്ടു കേട്ടോ. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അത്രയും ഞാൻ നല്ല ഇതാക്കിയിട്ട് ഒരുക്കി, ഞാനും ഒരുങ്ങി, എല്ലാം അച്ഛനും ഒരുങ്ങി. ഈ ഒരു മൊമെൻറ്റിലാണ് നമ്മൾ വിചാരിക്കാതൊരു കാര്യമാണ് കേട്ടോ പെട്ടെന്ന് നടന്നിട്ടില്ല. പക്ഷെ ലാസ്റ്റ് നമ്മൾ ആഗ്രഹിച്ച കാര്യം സാധിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഇതിൽ ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതൊരു സംഭവം അതിൻ്റെ ഇടയിൽ നമുക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണ്ടോ അടങ്ങി നിന്നിട്ടുള്ളത്, TV പരസ്യമായതുകൊണ്ട് കേട്ടോ അടങ്ങി നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മൂപ്പർ അടങ്ങി നിൽക്കുന്നൊന്നുമില്ല. ഞാൻ പുറത്തൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മുടിയൊട്ടൊക്കെ കാണിച്ചു തരും. അപ്പോൾ ഇത് ഇവിടെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും കേട്ടോ. അപ്പോൾ അവരെ കൂടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കുറച്ച് സമയം ഒന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇത്
അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പോയി പെട്ടെന്ന് കേട്ടോ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് നോക്കി നല്ല കാറ്റും ഫുൾ അന്തരീക്ഷമൊക്കെ ഫുള്ള് മാറി കേട്ടോ. അപ്പോൾ നല്ല കാറ്റൊക്കെ പെയ്ത് ഇതായപ്പോഴത്തേക്ക് തൃതീയ മോള് ഏകദേശം ഒന്ന് ഉറക്കമൊക്കെ വന്ന് സൈഡായി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരുക്കിയിരിക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കാറ്റൊക്കെ ഉണ്ടാവും പോവാന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോഴത്തേക്ക് ഇത് നല്ല മഴ. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടോ. നമ്മൾ വേഗം തന്നെ 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ പോയി താലപ്പൊലി എടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു. നമ്മളെ ഒരു മൂഡ് മൊത്തം പോയി കേട്ടോ. നമുക്ക് തൃതുമോള് എഴുന്നേക്കുന്നത് വരെ ഭയങ്കര മഴയൊക്കെ ആയിട്ട് അപ്പോൾ തൃതുമോളും എഴുന്നേറ്റു. അപ്പോൾ മഴ ചോരും പോവാന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാത്ത് ഇരിക്കുക കേട്ടോ. പെട്ടെന്ന് അതുവരെ മഴേൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു കേട്ടോ മഴയൊക്കെ ഫുള്ള് നമ്മൾ ക്ലൈമറ്റിൽ വന്നു ചേഞ്ച് ചെയ്തു. ഭയങ്കര സങ്കടമായി കേട്ടോ. പിന്നെ നമ്മൾ കാത്തിരുന്നു വേരുറച്ചതെന്ന് തന്നെ വേണം പറയാൻ കേട്ടോ. അത്രയും സമയം നമ്മൾ കാത്തിരുന്നു കേട്ടോ. എന്നിട്ടൊന്നും മഴ ഒരു കുറവും ഇല്ലായിരുന്നു. അപ്പോൾ കുറേ സമയം കാത്തിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് മഴ ആസ്വദിക്കലായി. അതുപോലെ ഇതേ പകുതി ഉറക്കത്തിൽ കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റിട്ട് മഴ കാണിക്കുന്നതൊക്കെയാണ് കേട്ടോ. പോകാനൊക്കെ ബാഗൊക്കെ എടുത്ത് ഫുള്ള് റെഡിയായി നിന്നത് അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ പോകാൻ പറ്റത്തില്ലേ എന്നുള്ളൊരു ഭയങ്കര, കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ പ്രാവശ്യവും പോകാൻ പറ്റുന്നില്ലേ എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അത് നല്ല പിന്നെ മഴ കൂടി വരുവാട്ടോ ചെയ്ത്. മഴ മാത്രമല്ല നല്ല കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ കുറേ മഴയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം രാത്രി ആയിന് കേട്ടോ. അപ്പം നമുക്ക് മഴ നല്ലോണം കുറയാണ്ട് അവനെ കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 8-10 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ എന്തിനെ പോവുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മഴയൊക്കെ ആയി അയ്യൂരിൻ്റെ ഇതായതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഒന്ന് കുറവായിരുന്നേ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് തിരക്കൊക്കെ ഒന്ന് കുറവ്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പം തന്നെ നമ്മളെ കലശങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സെക്കൻഡ് വൺക്ക് അങ്ങനെ ജസ്റ്റ് കലശങ്ങൾ അവിടെ കാവിൽ കയറാൻ തുടങ്ങുന്നതുള്ളൂ കേട്ടോ. മഴയായതുകൊണ്ട് ഫുള്ള് ലേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കലശമൊക്കെ രാത്രി എൻ്റെ സൗണ്ടൊക്കെ പോയി. അപ്പോൾ ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സൗണ്ട് പ്രോബ്ലം ഉണ്ടാവേ. അപ്പോൾ അത് ലേറ്റായതുകൊണ്ട് കലശമൊക്കെ ഭയങ്കര ലേറ്റാണ്. മഴയായതുകൊണ്ട് കലശമൊക്കെ ഭയങ്കര ലേറ്റാണ്. അപ്പോൾ താലപ്പൊലിൻ്റെ റെസീറ്റ് മുറിച്ചു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇതൊക്കെ തരും കേട്ടോ. അങ്ങനെ മുല്ലപ്പൂവൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ലേറ്റായത് കൊണ്ടാണെന്ന് തോന്നുന്നു തിരക്കൊക്കെ ഒരുവിധം ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ ആദ്യത്തെ താലപ്പൊലി ആണ് കേട്ടോ അച്ഛനാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുപ്പം മുതലുള്ള എൻ്റെയൊക്കെ താലപ്പൊലി അച്ഛൻ തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 10 വയസ്സ് വരെയാണ് കേട്ടോ ഈ ഒരു താലപ്പൊലി എടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും. ഏറ്റവും ലാസ്റ്റ് താലപ്പൊലി നമ്മൾ 10ാമത്തെ വയസ്സിലെടുക്കുന്ന താലപ്പൊലി നമ്മളെ ഈ ഒരു തേങ്ങയിൽ ഇതിൽ അതായത് നാളികേരത്തിൻ്റെ അകത്ത് നമ്മളെ പിന്നെ തിരി ചുറ്റിയിട്ട് നമുക്ക് തരുവാട്ടോ ചെയ്യാം. അങ്ങനെ നമ്മളെ താലപ്പൊലി കഴിഞ്ഞിട്ടുണ്ട്. മൂപ്പര എന്താ സംഭവം എന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ മേടിച്ച് നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ താലത്തിലുള്ള അരി ഉണ്ടോ അവിടെ തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് ഓരോരുത്തരും ഇത് നമ്മൾ അവിടെ താഴെ ഇങ്ങനെ മുട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. വേറെ ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ അവിടുത്തെ ഇതാണ് കേട്ടോ ഇത് പേരൊക്കെ എന്നോട് മറന്നുപോയി. ദൈവമാണത്. അങ്ങനെ തിരുമോളത് ദൈവത്തിന് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് അവിടെ നിന്ന് കുറേ കലശങ്ങളൊക്കെ വരാനുണ്ടായിരുന്നു. എല്ലാം മഴയായതുകൊണ്ട് ഫുള്ള് ലേറ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഏച്ചിയും ഹസ്ബൻഡും മോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് ഫുള്ള് ബ്ലറായിട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ എൻ്റെ അനിയന്മാരെ കൊണ്ട് ഞാനൊരു ഗെയിം കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഒരു കേട്ടോ. ചുമ്മാ അവിടെ നിന്നിപ്പോൾ എൻ്റെ മാപ്പൻ്റെ മോനാട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇതിലിങ്ങനെ വീണ് കഴിഞ്ഞാൽ എത്രയോ നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ എന്തോ കേട്ടോ ഈ ഒരു കളി.
അങ്ങനെ കളിച്ച് ആദ്യം നമുക്ക് അവർ എണ്ണീറ്റ് തന്നത് ഒരു പാത്രമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതല്ലല്ലോ വേറെയല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ മാറ്റി തന്നത് ഒരു അരിപ്പയായിട്ടും. സത്യം പറഞ്ഞാൽ നമ്മൾ ചിലവാക്കുന്ന പൈസക്കൊന്നും അതില്ലെന്ന് എനിക്കൊരു ഇത് തോന്നുന്നു കേട്ടോ. കാരണം തരുന്ന സാധനങ്ങൾ അത്രയും ലോ ക്വാളിറ്റിയാണ്. പിന്നെ അവർക്ക് അതൊരു അവരുടേതായ ഒരു അന്നമായിരിക്കുമല്ലോ. അവർക്ക് നമുക്ക് അതിന് മാത്രമുള്ള പൈസക്ക് തന്നാൽ അവർക്കും അത് യൂസ്ഫുള്ളായിരിക്കുമല്ലോ. അവർ പിന്നെ ജീവിതമാർഗ്ഗമാണല്ലോ അവർ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കാവിൽ കുറച്ച് സമയം നമ്മൾ ചുറ്റി കറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സംഭവം കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ അമ്പലപ്പറമ്പിലൊന്നും ഇപ്പുറം കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ പിന്നെ ആകാശത്തോട്ട് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു തിരിപ്പോലത്തൊക്കെ തിരിക്കുമ്പോൾ അതൊക്കെ ലൈറ്റൊക്കെ കാണുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കര കൗതുകം കേട്ടോ മൂപ്പർക്കായ ഒരു ഇതിൽ അതാട്ടോ. ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും എല്ലായിടത്തും കണ്ടോ അങ്ങനത്തെ ലൈറ്റൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ അവിടെ വെച്ച് നമ്മൾ ആൻറ്റിയെയും കണ്ടു, അങ്ങനെ കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടു. വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.